ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവാം. ഉദാഹരണത്തിന് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ റിക്വയർമെൻറ്റ്സ് മാറാം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ടീമിലുള്ള ആളുകൾ മാറാം. ലൈക്ക് ഡെവലപ്മെൻറ്റ് ടീമിലുള്ള പ്രോഗ്രാമേഴ്സിനെ മാറ്റി പുതിയ പ്രോഗ്രാമേഴ്സിനെ ഇടുക, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ടീമിലുള്ള ഒരാൾ റിസൈൻ ചെയ്ത് പോവുകയൊക്കെ ചെയ്യാം. അപ്പം ചേഞ്ച് ഇൻ ഡെവലപ്മെൻറ്റ് ടീം ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആപ്ലിക്കേഷൻ ഏരിയയിൽ എന്തെങ്കിലും ഗവൺമെൻറ് പോളിസീസ് ചേഞ്ച് ആവുകയോ റൂൾസ് മാറുകയോ ഒക്കെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് ഒരു മാസം ATM ട്രാൻസാക്ഷൻ 5 എണ്ണമാണ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ പോളിസി വന്നത്, ഒരു മാസം മാക്സിമം 2 ATM ട്രാൻസാക്ഷൻ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സും എല്ലാം അതിനനുസരിച്ച് മാറിക്കും. അപ്പോൾ ഗവൺമെൻറ് പോളിസീസോ റൂൾസോ കാരണം നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ അത് ചേഞ്ചസ് വരാം. അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഷെഡ്യൂളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ജാനുവരിയിലാണ് പ്രൊജക്റ്റ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കരുതുക. അത് എന്തെങ്കിലും കാരണവശാൽ ഫെബ്രുവരിയിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അത് ഡിസംബറിലേക്ക് പ്രീപോൺ ചെയ്യുകയോ ഒക്കെ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതിനെയാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ടു സിസ്റ്റമാറ്റിക്കലി മാനേജ്, ഓർഗനൈസ് ആൻഡ് കൺട്രോൾ ദ ചേഞ്ചസ് ഇൻ ദ ഡോക്യുമെൻറ്റ്സ്, കോഡ്സ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഡ്യൂറിങ് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ നീഡ് ഓഫ് SCM? മെയിൻ റീസൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ്. അപ്പം ഒരേ സോഫ്റ്റ്വെയറിൻ്റെ പല കോഡ് മോഡ്യൂൾസ് ഡിഫറെൻറ്റ് പീപ്പിളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് 2 ഡെവലപ്പേഴ്സ് ഉണ്ടെന്ന് കരുതുക ഒരു സോഫ്റ്റ്വെയറിന് ചെയ്യാൻ വേണ്ടിയിട്ട്. A എന്നും B എന്നും നമുക്ക് അവരെ വിളിക്കാം. അപ്പം Aയും Bയും സോഫ്റ്റ്വെയറിൻ്റെ 2 മോഡ്യൂൾസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാരലലി. 2 പേരുടെ മോഡ്യൂൾസ് തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ കപ്പിൾഡ് ആണ്, ഹൈലി കപ്പിൾഡ് ആണ്, ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. അപ്പോൾ ഒരാൾ വരുത്തുന്ന മാറ്റം ഓട്ടോമാറ്റിക്കലി മറ്റേ ആളുടെ മോഡ്യൂളിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ A അയാളുടെ മോഡ്യൂളിൽ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും അത് B അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ B A കൊടുത്തിരിക്കുന്ന കോപ്പി ഓഫ് ദ പ്രോഗ്രാം വെച്ചിട്ടായിരിക്കും B അയാളുടെ മോഡ്യൂളിൽ ചെയ്യുന്നത്. കാരണം ഇവ തമ്മിൽ കപ്പിൾഡാണ്. അപ്പം ഒരാളുടെ കോപ്പി മറ്റേ ആൾക്ക് കിട്ടിയാൽ മതിയാവും. അപ്പം B Aയുടെ ഒരു കോപ്പി വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ A കയറിയിട്ട് അയാളുടെ കോപ്പി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ B ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ഫെയിലിയറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾ കോഡ് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആളുടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഫ്രീസ് ചെയ്ത് വെക്കണം. അപ്പം ഇതാണ് നീഡ് ഓഫ് SCMൻ്റെ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത്. ഇൻ്റർ കണക്റ്റഡ് മോഡ്യൂൾസിൽ വർക്ക് ചെയ്യുമ്പം ഒരാൾ അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ബാക്കി ആ മോഡ്യൂളായിട്ട് ബന്ധപ്പെട്ടിരുന്ന എല്ലാവർക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോവുകയും വേണം. അവർക്കെല്ലാം ആ ഒരു മോഡ്യൂള് എഡിറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് ഫ്രീസ് ചെയ്ത് വെക്കുകയും വേണം. യൂഷ്വലി കമ്പനികളിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ടൂൾസ് ഉപയോഗിക്കുക. ഇനി സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ബേസിക് ടെർമിനോളജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേന്ന് പറയുന്നത് ബേസ് ലൈൻ, അല്ലെങ്കിൽ ബേസ് ലൈൻ പ്രൊഡക്റ്റ് എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ Aയും Bയും ഇൻ്റർഡിപ്പെൻഡൻറ്റ് മോഡ്യൂൾസിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്ന ഒരു കറൻറ്റ് വേർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫോർമലി വെരിഫൈ ചെയ്ത ആ കറൻറ്റ് വേർഷനെയാണ് നമ്മൾ ബേസ് ലൈൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഡാറ്റാബേസിൽ അല്ലെങ്കിൽ സെൻട്രൽ റെപ്പോസിറ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നീട് Aയും Bയും അവരവരുടെ മോഡ്യൂളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആ ബേസ് ലൈൻ പ്രൊഡക്റ്റിൻ്റെ കോപ്പീസ് എടുത്ത് വെച്ചിട്ടായിരിക്കും Aയും Bയും എഡിറ്റ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും Aയും Bയും വീണ്ടും സക്സസ്ഫുള്ളി അതിൻ്റെ ഒരു പുതിയ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ദെൻ ദിസ് ബേസ് ലൈൻ പ്രൊഡക്റ്റ് വിൽ ബി ചേഞ്ച്ഡ് ടു ദ ന്യൂ പ്രൊഡക്റ്റ്. അപ്പോൾ Aയും Bയും വരുത്തിയ പുതിയ മാറ്റങ്ങൾ വെച്ചിട്ടുള്ള പുതിയൊരു ബേസ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ബേസ് ലൈൻ ഇങ്ങനെ എപ്പോഴാണോ സക്സസ്ഫുള്ളി ഫോർമലി വെരിഫിക്കേഷൻസ് കഴിഞ്ഞിട്ടൊരു നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നത്, അപ്പോൾ നമ്മുടെ ബേസ് ലൈൻ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർലി വെരിഫൈ ചെയ്ത് സക്സസ്ഫുൾ ആയ ഒരു കറൻറ്റ് വർക്കിംഗ് വേർഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ സെൻട്രൽ റെപ്പോസിറ്ററി. ഈ കോൺഫിഗറേഷൻ ഐറ്റം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ റെപ്പോസിറ്ററിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബേസ് ലൈൻ പ്രൊഡക്ട്സിൻ്റെ കമ്പോണൻസ് ആണ്. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, പ്രൊജക്ട് പ്ലാൻ ഉണ്ടാവും, ഡിസൈൻ ഡോക്യുമെൻറ്റ് ഉണ്ടാവും, സോഴ്സ് കോഡ് ഉണ്ടാവും, ടെസ്റ്റ് പ്ലാൻ ഉണ്ടാവും, യൂസർ മാനുവൽസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഐറ്റങ്ങളും അല്ലെങ്കിൽ ചേഞ്ച് വരാൻ സാധ്യതയുള്ള എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടോ അതിൽ നമ്മൾ കോൺഫിഗറേഷൻ ഐറ്റമായിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ എല്ലാം ചേഞ്ച് നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ SRS വെച്ചിട്ടാണ് ഡിസൈനർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഡിസൈനറിന് ഒരു SRSൻ്റെ കോപ്പി കൊടുത്തു, അയാളത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
സിസ്റ്റം ലിസ്റ്റ് പോയിട്ട് SRS അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുതിയ അപ്ഡേഷൻ ഒരിക്കലും ഡിസൈനർ അറിയത്തില്ല. അപ്പോൾ ഇതിനെ നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരത്തിൽ മാനേജ് ചെയ്യേണ്ട ഐറ്റങ്ങൾ എന്തൊക്കെയാണോ അതിനെയാണ് ബേസിക്കലി കോൺഫിഗറേഷൻ ഐറ്റം എന്ന് പറയുന്നത്. വേർഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ സ്റ്റേറ്റിനെയാണ് വേർഷൻ എന്ന് പറയുന്നത്. വേർഷന് നമ്മൾ ഡിഫറെൻറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചിട്ട് പറയാറുണ്ട്. ഇപ്പോൾ Windows 7, Windows 8, Windows 10 അങ്ങനെ. വേർഷൻ ഉപയോഗിച്ചുള്ള ഗുണം ഏതാണ് പുതിയ ബേസ് ലൈൻ അല്ലെങ്കിൽ ഏതാണ് സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്ന പുതിയ ഇൻസ്റ്റൻസ് എന്നുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റും വേർഷൻ നമ്പർ വെച്ചിട്ട്. ഹയസ്റ്റ് നമ്പറുള്ള സാധനമായിരിക്കും എപ്പോഴും ഏറ്റവും പുതിയ മോഡിഫൈഡ് അപ്ഡേറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊമോഷൻ. ഇപ്പോൾ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു വേർഷൻ ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന വേറൊരു പ്രൊജക്ട് മെമ്പർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വേർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ. റിലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറിന് ലാസ്റ്റ് കൊടുക്കുന്ന വേർഷനെ പറയുന്ന പേരാണ് റിലീസ്. ചേഞ്ച് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ ഐറ്റം ലൈക്ക് SRSO പ്രൊജക്ട് പ്ലാനോ ഡിസൈൻ ഡോക്യുമെൻറ്റോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിലുള്ള ഡിസൈനറോ ഡെവലപ്പറോ ടെസ്റ്ററോ കൊടുക്കുന്ന റിക്വസ്റ്റിനെയാണ് ചേഞ്ച് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ചേഞ്ച് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് കോൺഫിഗറേഷൻ കൺട്രോൾ ബോർഡ് CCB. ഈ ചേഞ്ചിനെ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആർക്കാണോ ചേഞ്ച് വരുത്തേണ്ടത് അവരൊരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പം ഈ കോൺഫിഗറേഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന ടീമാണ് ആ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് തീരുമാനിക്കുന്നത്. കോൺഫിഗറേഷൻ കൺട്രോൾ ബോർഡിൽ എല്ലാ ഡെവലപ്മെൻറ്റ് ഫേസിൽ നിന്നുമുള്ള എക്സ്പേർട്സ് ഉണ്ടാവും. ലൈക്ക് അനലിസ്റ്റ് ഉണ്ടാവും, ഡിസൈനർ ഉണ്ടാവും, ആർക്കിടെക്റ്റ് ഉണ്ടാവും, ടെസ്റ്റർ ഉണ്ടാവും, മെയിൻ്റനൻസ് എഞ്ചിനീയർ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഒരു കൂട്ടമായിരിക്കും ബേസിക്കലി കോൺഫിഗറേഷൻ കൺട്രോൾ ബോർഡ്. ഈ ആൾക്കാർ ഈ ചേഞ്ച് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ഫേസിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ചേഞ്ച് അപ്രൂവ് ചെയ്യണോ അതോ റോൾ ബാക്ക് ചെയ്യണോ എന്നുള്ളത്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ഫേസസ് ആണ്. ഒന്നാമത്തത് ഏത് ഐറ്റമാണ് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. കോൺഫിഗറേഷൻ ഒബ്ജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ദെൻ വേർഷൻ കൺട്രോൾ, ചേഞ്ച് കൺട്രോൾ, കോൺഫിഗറേഷൻ ഓഡിറ്റ്, സ്റ്റാറ്റസ് റിപ്പോർട്ടിംഗ്. സോ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഏത് ഐറ്റമാണോ നമുക്ക് ചേഞ്ച് വേണ്ടി വരുന്നത് ആ പർട്ടിക്കുലർ ഐറ്റം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ആ ഐറ്റത്തിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഏരിയാസ് അല്ലെങ്കിൽ മറ്റ് ഫേസസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിനൊപ്പം തന്നെ നമ്മൾ ഓരോ കോൺഫിഗറേഷൻ ഐറ്റത്തിനും ഒരു യുണീക്ക് ID കൊടുക്കണം. ഉദാഹരണമായി നമ്മൾ കറൻ്റ്ലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ലോഗിൻ പേജിൻ്റെ ഫയലിനെ login.php എന്ന് സേവ് ചെയ്യുന്നതിന് പകരം നമ്മൾ login_v1.2.php എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ v1.2 എന്ന് പറയുന്ന വേർഷനാണെന്ന് നമുക്ക് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പ്രോഗ്രാം വീണ്ടും അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അതിനെ സേവ് ചെയ്യുമ്പോൾ login_v1.3 എന്ന് പറഞ്ഞ് സേവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും v1.2 ശേഷം ഞാൻ ചെയ്ത മോഡിഫിക്കേഷൻ നടത്തിയ ഫയലാണ് v1.3 എന്നുള്ളത്. അപ്പം ഏതാണ് ഏറ്റവും അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഏതാണ് പ്രോപ്പർ വേർഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ login_v1.3.php എന്ന് പറയുന്ന ഫയൽ കുറേ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, വീണ്ടും തിരിച്ച് നമ്മുടെ login_v1.2.php എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരിക്കുന്ന ഫയൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വേർഷൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ ഡിഫറെൻറ്റ് വേർഷൻസ് ഡിഫറെൻറ്റ് വേർഷൻ നെയിംസിൽ സേവ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത. അതുപോലെ തന്നെ സെൻട്രൽ റെപ്പോസിറ്ററിയിൽ നമ്മൾ സോഴ്സ് കോഡ് സേവ് ചെയ്യുമ്പോൾ കോഡൊന്ന് വെറുതെ സേവ് ചെയ്യാതെ code_d എന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നമ്മൾ ഡെയിലി ബാക്കപ്പ് എടുക്കേണ്ടതാണ് എന്നുള്ള മനസ്സിലാവും. അല്ലെങ്കിൽ code_w എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഡ് നമ്മൾ വീക്ക്ലി ബാക്കപ്പ് എടുക്കേണ്ട സാധനമാണ് എന്നുള്ളത് ടീമിലുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിലുള്ള യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ വാല്യൂസ് നമ്മൾ എപ്പോഴും കോൺഫിഗറേഷൻ ഐറ്റംസിന് കൊടുക്കാൻ ഓർക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൗ ടു മാനേജ് വേർഷൻ ഓർ ബേസ് ലൈൻ പ്രോഡക്റ്റ്. വേർഷൻ കൺട്രോളിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു പുതിയ വേർഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ബേസ് ലൈൻ അതുപോലെ തന്നെ നിലനിർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഈ ചിത്രത്തിൻ്റെ റൈറ്റ് സൈഡ് നോക്കുക. ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് 4 മോഡ്യൂൾസ് ഉണ്ട് അല്ലെങ്കിൽ 4 കോൺഫിഗറേഷൻ ഐറ്റംസ് ഉണ്ട്, A, B, C, D. ഇത് കറൻറ്റ് ബേസ് ലൈൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സക്സസ്ഫുള്ളി ഫോർമലി നമ്മുടെ കോൺഫിഗറേഷൻ കൺട്രോൾ ബോർഡ് അപ്രൂവ് ചെയ്ത് ബേസ് ലൈൻ പ്രോഡക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത സാധനമാണ്. ഈ മോഡ്യൂളിൻ്റെ അകത്തുള്ള C എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പർ റിക്വസ്റ്റ് കൊടുത്തു. അയാൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിയുടെ ഒരു പ്രൈവറ്റ് കോപ്പി കൊടുത്തു. അപ്പോൾ സിയുടെ ഒറിജിനൽ കോപ്പി നമ്മുടെ സെൻട്രൽ റെപ്പോസിറ്ററി തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ലോക്കൽ പ്രൈവറ്റ് കോപ്പി വെച്ചിട്ടാണ്
നമ്മുടെ പ്രോഗ്രാമർ അതിൻ്റെ അകത്ത് കറക്ഷൻസ് വരുത്തുന്നത്. അങ്ങനെ കറക്ഷൻസ് വരുത്തി കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു സക്സസ്ഫുൾ പ്രോഗ്രസ് കിട്ടി, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പുതിയ എക്സ്റ്റെൻഡഡ് ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റീസും ഉള്ള ഒരു പുതിയ വെർഷൻ കിട്ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ബേസ് ലൈൻ പ്രോഡക്റ്റിലുള്ള അല്ലെങ്കിൽ ഓൾഡ് വെർഷനായിട്ടുള്ള സീനെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ പുതിയ ഫംഗ്ഷണൽ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്ത് ന്യൂ വെർഷൻ ഓഫ് സി ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസ് ലൈനെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ സി വെച്ചിട്ടുള്ള ന്യൂ ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ബേസിക് തിങ്. ഇനി ഇൻ കേസ് സിയുടെ പ്രൈവറ്റ് കോപ്പി എടുത്ത് വെച്ചിട്ട് അയാൾ ഡെവലപ്പ് ചെയ്തു, പക്ഷേ ആ ഡെവലപ്മെൻറ്റ് ഫെയിലിയറിലേക്ക് പോയി, അതായത് അയാൾ ഉദ്ദേശിച്ച ഫലം അതിൽ നിന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു അവസരത്തിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം സിയുടെ പഴയ ഓൾഡ് വേർഷൻ റീസ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ ആ ബേസ് ലൈൻ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. പുതിയ മോഡിഫിക്കേഷൻസ് ഒന്നും നമ്മുടെ സോഴ്സ് സെൻട്രൽ റെപ്പോസിറ്ററിയിൽ അപ്ഡേറ്റ് ചെയ്യത്തില്ല. ഇതാണ് വേർഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് കൺട്രോൾ. സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റിയും കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നത്. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഫെയിലിയറിലേക്ക് പോകാൻ ചാൻസ് വളരെയേറെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊരു കൺട്രോൾ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു. ആർക്കാണോ ചേഞ്ച് വരുത്തേണ്ടത് അവരൊരു റിക്വസ്റ്റ് ഉണ്ടാക്കി കോൺഫിഗറേഷൻ കൺട്രോൾ ബോർഡിന് കൊടുക്കണം. ആ ഒരു പർട്ടിക്കുലർ ചേഞ്ച് ആരെയൊക്കെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് അവർ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ ചേഞ്ച് അനിവാര്യമാണോ അല്ലയോ എന്നുള്ളത് CCB ഉറപ്പിക്കും. ആ ചേഞ്ച് അനിവാര്യമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ CCB അതിന് അപ്രൂവൽ നൽകും. ആ അപ്രൂവലിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പർട്ടിക്കുലർ ഡെവലപ്പറിനോ ഡിസൈനറോ ആരാണോ ആ ചേഞ്ച് റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്ത് അവർക്ക് ആ ചേഞ്ചസ് വരുത്താനുള്ള പെർമിഷൻ നൽകും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റസ് അക്കൗണ്ടിങ്. ഒരു പഴയ ബേസ് ലൈനിൽ നിന്ന് ഒരു പുതിയ ബേസ് ലൈനിലേക്ക് വരാൻ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തിയത് അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം. എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ്റെ അകത്ത് വരുത്തുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉള്ള എന്തൊക്കെ ഐറ്റംസ് നമ്മുടെ ഈ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിലുണ്ട് അതിനെയാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ ഐറ്റം എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. ഓരോ ചേഞ്ച് റിക്വസ്റ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം. കിട്ടിയിരിക്കുന്ന ഓരോ ചേഞ്ച് റിക്വസ്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്തത് എങ്ങനെയാണ്, പ്രോസസ്സ് ചെയ്തത് എങ്ങനെയാണ്, അത് അപ്രൂവ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ അതോ പെൻഡിങ് സ്റ്റാറ്റസിലാണോ എന്നുള്ളതെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. ലാസ്റ്റ് ബേസ് ലൈനിൽ നിന്ന് കറൻറ്റ് ബേസ് ലൈനിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തുക എന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്യണം. ഈ മാറ്റങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യത അല്ലെങ്കിൽ സ്റ്റാറ്റസ് അക്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ന്യൂ ബേസ് ലൈൻ ഫെയിലിയറായി പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ പഴയ വർക്കിംഗ് സ്റ്റാൻഡേർഡ് ബേസ് ലൈനിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റാറ്റസ് അക്കൗണ്ടിങ് ലോഗ് ഫയൽ എടുത്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് കോൺഫിഗറേഷൻ ഓഡിറ്റ്സ് ആൻഡ് റിവ്യൂസ്. ഈ പറയുന്ന എല്ലാ കോൺഫിഗറേഷൻ ആക്ടിവിറ്റീസും പ്രോപ്പറായിട്ടും കറക്റ്റായിട്ടുമാണോ ചെയ്തത് എന്ന് വെരിഫൈയും വാലിഡേറ്റും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോൺഫിഗറേഷൻ ഓഡിറ്റ് ആൻഡ് റിവ്യൂ എന്ന് പറയുന്നത്. കോൺഫിഗറേഷൻ ഓഡിറ്റ് ആൻഡ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. അവിടെ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, എങ്ങനെയാണ് പുതിയ ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്തത്, ആ ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് റൂൾസും നോംസും എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് അവരത് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പുതിയ വേർഷൻ ആയിരിക്കും സോഫ്റ്റ്വെയറിൻ്റെ ന്യൂ ബേസ് ലൈനായിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പം ചെയ്യുന്ന ഓരോ മാറ്റങ്ങളും കറക്റ്റായ രീതിയിലാണോ ചെയ്തത്, എല്ലാ നോംസും പ്രോപ്പറായിട്ട് പാലിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പ് വരുത്തുന്ന ഒരു ഫോർമൽ ഒഫീഷ്യൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടാണ് കോൺഫിഗറേഷൻ ഓഡിറ്റിൽ ചെയ്യുന്നത്. ഇനി നമ്മുടെ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ സ്റ്റാൻഡേർഡ് ടൂൾസ് ഉണ്ട്. അതാണ് PVCs, വിഷ്വൽ സോൾ സേഫ്, SCCS, യുണിക്സ് ഡയറക്റ്റ് നൽകുന്ന മെയ്ക്ക് എന്ന് പറഞ്ഞിട്ടൊരു SCM ടൂളുണ്ട്, RCS, ക്ലിയർ കേസ്, ഗിറ്റ് എക്സെട്ര. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ടൂൾസ് വെച്ചിട്ടാണ് ഈ ചേഞ്ചസിനെ മാനേജ് ചെയ്യുന്നത്. ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ടൂളുണ്ട്. അതായത് എങ്ങനെയാണ് സെൻട്രൽ റെപ്പോസിറ്ററിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത്, ഒരാൾ കൊടുത്ത ഡേറ്റയെ വേറൊരാൾ അപ്ഡേറ്റ് ചെയ്യാൻ വരുമ്പം എങ്ങനെയാണ് ഫ്രീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത്, അൺലോക്ക് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്തേക്കുന്ന കമ്പനിയുടെ റൂൾസിനെയും റെഗുലേഷൻസിനെയും ബേസ് ചെയ്തിട്ട് ഓരോ കമ്പനികൾക്കും അവരുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. ഈ പറയുന്നവ പൊതുവായിട്ട് നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ടൂൾസാണ്. താങ്ക് യു.